ഹലോ നമസ്കാരം, എല്ലാവർക്കും സുഖം. നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും നല്ല ജോലി തിരക്കിലാണ് വിചാരിക്കുന്നു. വേറൊന്നുമല്ല, നമ്മൾ മുകളിലോട്ടെടുക്കുന്ന ശ്വാസം താഴോട്ടെടുക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാം തീർന്നു. അതുകൊണ്ട് എന്തിനാണ് നമ്മൾ അഹങ്കരിക്കുന്നത്? എന്തിനാണ് ഒന്ന് നേരിട്ട് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്നത്? എന്തിനാണ് നേരിട്ട് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത്? ഒരു ചിരിച്ചു എന്ന് കരുതി നമ്മുടെ കയ്യിൽ നിന്ന് കാശൊന്നും പോകുന്നില്ല, പൈസ മുടക്കില്ല. പിന്നെ എന്തുകൊണ്ട് ചിരിക്കാൻ മടിക്കുന്നു? എന്തുകൊണ്ട് സംസാരിക്കാൻ മടിക്കുന്നു? അധികം സംസാരിക്കുന്നവരെ എല്ലാവരും നല്ലവരാണെന്നില്ല. എപ്പോഴും ചിരിച്ചു കാട്ടുന്നവർ എല്ലാവരും നല്ലവരാണെന്നില്ല. ചിലപ്പോൾ എപ്പോഴും ചിരിച്ച് കാണിക്കുന്നവർ പുറകിലൂടെ പണി തരാനും മതി. അങ്ങനെയുള്ളവരുമുണ്ട്. നമ്മളതൊരു ചിരി സംസാരിച്ച് അപ്പുറത്ത് മറ്റു സംസാരിക്കുന്ന ആളുകളുണ്ട്. നീ നല്ലവനാണെന്ന് പറയുന്ന രീതിയിൽ നമ്മൾ ഒരാളുടെ കുറ്റം പറയാതിരിക്കുക. നമ്മളൊരാൾ കുറ്റം പറയുമ്പോൾ അപ്പുറത്ത് 10 പേർ നിങ്ങളുടെ കുറ്റം പറയും. നിങ്ങളുടെ അടുത്തുനിന്ന് കുറ്റം പറയുന്നവരെ നിങ്ങൾ കേട്ട് ആസ്വദിച്ച് തിരിച്ച് മറുപടി പറയാൻ നിന്നാൽ നിങ്ങളുടെ അസാന്നിധ്യത്തിൽ അവർ നിങ്ങൾ കുറ്റം മറ്റൊരാളോട് പറയും. ഇത് മനസ്സിലാക്കുക. ആരും പൂർണ്ണരല്ല. പിന്നെ മഞ്ഞപ്പിത്തമുള്ളവർക്ക് എല്ലാം മഞ്ഞപ്പിത്തായിട്ട് വേണം. ഇപ്പോൾ ഒരു പെണ്ണുമാണ് സംസാരിച്ചെന്ന് കരുതി അവർ തമ്മിൽ ലവ് ആണെന്നല്ല. ഒരാണും പെണ്ണും എപ്പോഴും സംസാരിച്ച് അങ്ങനെ ഒരു മഞ്ഞപ്പിത്തം ബാധിച്ചവർക്കെല്ലാം മഞ്ഞപ്പിത്തം തോന്നുന്ന പോലെ അങ്ങനെയല്ല. കാരണം അങ്ങനെ സംശയം തോന്നുന്നവർക്ക് അവരുടെ ഫ്ലാഷ് ബാക്കിൽ അവർക്ക് ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, അതായത് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടാവും. അത് കാരണം പിന്നീടുള്ള കാര്യങ്ങളെല്ലാം അവർക്കത് തോന്നും. പക്ഷേ ഈ മറ്റുള്ള സംശയം അവരങ്ങനെയാണ് ഇവരെങ്ങനെയാണെന്ന് പറയുന്നവർക്ക് അവർ അങ്ങനെയാണോ എന്ന് ശ്രദ്ധിക്കുക. അവർക്ക് എന്തും ആവാം, മറ്റുള്ളവർക്കൊന്നും ആകാൻ പാടില്ല എന്നുള്ള ചിന്താഗതിയാണ് അവിടെ തയ്ക്കുന്നത്. മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അവരങ്ങനെയാണ് ഇവരെ വിധിക്കുക. ആരാണ് വിധിക്കാൻ ദൈവമാണ്. നമ്മളാരും ദൈവവും എല്ലാം വിധിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മറ്റുള്ള വിധിക്കാതിരിക്കുക, പരദൂഷണം പറയാതിരിക്കുക, ഏഷണി പറയാതിരിക്കുക. കാരണം അത് ഒരുപാട് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യം സംസാരിക്കാനുണ്ട്. പക്ഷേ നിങ്ങളോട് എപ്പോഴും ചിരി സംസാരിക്കുന്നവർ നല്ലവരാണെന്ന് വിചാരിക്കരുത്. നിങ്ങളോട് ദേഷ്യപ്പെട്ടോ നിങ്ങൾ ചിരിക്കാതെയോ അല്ലെങ്കിൽ സീരിയസ് നടക്കുന്നവർ അവരൊട്ടും മോശക്കാരുമല്ല. ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നതും ചിരിക്കാതിരിക്കുന്നവരായിരിക്കും അവർ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അവരപ്പോൾ തന്നെ സ്പോട്ടിൽ കാര്യം പറയും. അവരായിരിക്കും നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാവുക. മറ്റുള്ളവർ കൂടെ ഉണ്ടാവണമെന്നില്ല. അവർ സമയമാകുമ്പോൾ എസ്കേപ്പ് ന്യായീകരണം പറഞ്ഞ് അവരൊഴിവേ മാറും. അവരൊരിക്കലും അവർക്ക് താല്പര്യമുള്ളവരോട് കൂടി സംസാരിക്കുക, എല്ലാ കാര്യത്തിനും ഇടപെടുക. അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. നിങ്ങൾക്കത് ഭാവിയിൽ ഉപകാരപ്പെടും. നിങ്ങളുടെ ഏത് സ്ഥലങ്ങളിലാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും ഉപകാരപ്പെടുമെന്നുള്ള ആശംസ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അതിനുള്ള കമൻറ്റ് ഞാൻ ബാക്കി പുറകെ വരുന്നതാണ്. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.